ഇന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ള ബറാത്ത് സ്പെഷ്യൽ പിടിപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിടിപ്പായസം, പിടിക്കറി, അങ്ങനെ ഒത്തിരി പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം നല്ല എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അത് 1 മണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കുക. പെട്ടെന്ന് തന്നെ കുതിരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി വേറൊരു ബൗളിൽ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും 1 മണിക്കൂറോളം നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെക്കാം. ഇനി നമുക്ക് അട തയ്യാറാക്കി എടുക്കാനുള്ള മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പാക്കറ്റിലെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നെയ്യും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. സാധാ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിടിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കയ്യിൽ നന്നായിട്ട് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഒരു ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്നങ്ങ് പരത്തി കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിച്ചെമ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെന്തൊടയാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാമല്ലോ അപ്പോൾ എത്രത്തോളം വേവുണ്ടെന്നല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്തൊടിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മളെ പിടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്കുള്ള പാല് റെഡിയാക്കിയിട്ടെടുക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ആ പാത്രത്തിലേക്ക് ഒരു 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ പശുവിൻ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 2 പഴം, ഇതുപോലെ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പാലിൽ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഈ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു കടലപ്പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു പിടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റോളം ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ആ ഒരു പിടിയുടെ കളറൊക്കെ നല്ല രീതിയിൽ മാറി വരുള്ളൂ, നല്ല വൈറ്റ് കളറായി വരുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ചേർത്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ പിടിയൊക്കെ നല്ല രീതിയിൽ കളറ് മാറി വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറായി വരും കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ജീരകശാല കുതിർത്തെടുത്തിട്ടുള്ള ആ ഒരു ജീരകശാല അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരച്ചെടുക്കട്ടെ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറിയ തീയിലാണ് വെക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം നമ്മൾ ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കരുത്. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ വറുത്തിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബറാത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പിടി ഉണ്ടാക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ കുറച്ചധികം. ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പം തന്നെയാണ്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്